ടാറ്റ അവരുടെ ഒരു വാഹനത്തിന് ഈ പക്ഷിവർഗത്തിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. യൂറോപ്പ്, റഷ്യ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി നമ്മുടെ രാജ്യത്തേക്ക് വരാറുള്ള പക്ഷിയാണ് ഇവ. ഹാരിയർ അല്ലെങ്കിൽ മേടുതപ്പികൾ എന്ന് വിളിക്കാറുള്ള ഇവർ എല്ലാ വർഷവും ശൈത്യകാലമാവുമ്പോൾ ഇവിടെയുള്ള പുൽമേടുകളിലും അതേപോലെ തുറസായ കൃഷിയിടങ്ങളിലും എല്ലാം വന്നെത്തും. മഞ്ഞുമലകളും മരുഭൂമികളെല്ലാം താണ്ടി പല പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് ഇവർ എത്തുന്നത്. ഇവർ ഇവിടെ എത്തുന്നത് ഒരു അതിജീവനത്തിന്റെ സൂചന മാത്രമല്ല കേട്ടോ. നമ്മുടെ പുൽമേടുകളും ചതുപ്പുകളും അതേപോലെ കൃഷിയിടങ്ങളെല്ലാം ഇവർക്ക് വേണ്ടിയുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ്. അപ്പൊ അതെല്ലാം നശിച്ചു കഴിഞ്ഞാൽ ഇവർ ഇങ്ങോട്ട് വരാതാവും എന്നുള്ളതിന് തർക്കമൊന്നുമില്ലല്ലോ. ഒരേ പക്ഷി തന്നെ ഒരേ സ്ഥലത്ത് പല വർഷങ്ങളായി ദേശാടനം ചെയ്തു വരുന്നത് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പക്ഷി അവിടെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ആവാസ വ്യവസ്ഥ ഇവിടെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ കൂടി അവർക്ക് ഉണ്ടാവുമല്ലോ. ആ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ലെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കാം. എന്റെ വീടിനടുത്ത് ആരും ഉപയോഗിക്കാതെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കഴിഞ്ഞ 4 വർഷമായി നാഗമോഹൻ അല്ലെങ്കിൽ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ എന്നൊരു പക്ഷി സ്ഥിരമായി വരാറുണ്ട്. ഈ വരാറുണ്ട് എന്ന് പറയാനുള്ള കാരണം ആ പക്ഷിക്ക് കേരളത്തിൽ കൂടുകളില്ല എന്നുള്ളതാണ്. ആ എടുത്ത ചിത്രങ്ങളെല്ലാം നോക്കിയപ്പോൾ മനസ്സിലായത് എല്ലാ പ്രാവശ്യവും വന്നതും ഒരേ പക്ഷിയാണ് എന്നതാണ്. പക്ഷേ ഇനി ആ കാട് ആരെങ്കിലും വെട്ടി തെളിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ആ പക്ഷി വരുമ്പോൾ വേറെ സ്ഥലം തേടി പോകേണ്ടി വന്നേക്കാം. അങ്ങനെ നിങ്ങൾക്ക് ചുറ്റും വരാതായി പോയതോ അല്ലെങ്കിൽ ഇല്ലാതായി പോയതോ ആയ പക്ഷികളെയോ മൃഗങ്ങളെയോ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇങ്ങനെയുള്ള കണ്ടന്റിനെ ഫോളോ ചെയ്യാനും മറക്കല്ലേ.